പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കാണുന്നു. അച്ഛൻ ജയപ്രകാശും അമ്മാവനുമാണ് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെടും. വി അരുൺ ചേരുന്നു. അരുൺ, ആദ്യം 5 ദിവസം മുമ്പ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് നമ്മളോട് പറഞ്ഞതാണ് അന്വേഷണത്തിൽ തൃപ്തിയില്ല. പ്രതിപക്ഷം പറയുന്ന സിബിഐ അന്വേഷണം അവർക്ക് കുറച്ചുകൂടി ബോധ്യമുണ്ടാവും എന്താണ് നടക്കുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നതായിരിക്കും ശരി, സിബിഐ അന്വേഷണം തന്നെയായിരിക്കും നല്ലത് എന്നൊക്കെ അദ്ദേഹം അന്ന് നമ്മളോട് പ്രതികരിച്ചതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും ദിവസം വീണ്ടും നോക്കി, പക്ഷേ ഇപ്പോഴും അന്വേഷണത്തിൽ അവർക്ക് യാതൊരു തൃപ്തിയും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രിയെ കാണാനെത്തിയിരിക്കുന്നു. എന്താണ് മുഖ്യമന്ത്രിയോട് ഇവർ സിബിഐ അന്വേഷണത്തിനപ്പുറത്തേക്ക് അന്വേഷണം എന്തായി എന്നൊക്കെയുള്ള കാര്യത്തിൽ സ്വാഭാവികമായിട്ടും സംസാരിക്കുമായിരിക്കും. എന്താണ് കുടുംബം പറയുന്നത്? വിവരം. ധന്യ, ആദ്യഘട്ടത്തിൽ സിദ്ധാർത്ഥന്റെ കുടുംബം പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും പറയുന്നു. പക്ഷേ പിന്നീട് ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നു. ഈ കേസിൽ പലപ്പോഴും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന ആശങ്ക ഉയർന്നു വന്നു. അന്വേഷണം ശരിയായ ദിശയല്ല എന്ന സംശയം കുടുംബം പുലർത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർ വീണ്ടും സിബിഐ അന്വേഷണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. നേരത്തെ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം, സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്ന ആവശ്യമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത് തീരുമാനമായിട്ടില്ല. ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത് സിബിഐ അന്വേഷണമാണ്. സിബിഐ അന്വേഷണത്തിന് ഒന്നുകിൽ സർക്കാർ ശുപാർശ ചെയ്യണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് അതിനുള്ള തീരുമാനമുണ്ടാണ്. ഹൈക്കോടതി നിർദ്ദേശിക്കണം. ഇപ്പോൾ മുഖ്യമന്ത്രി കണ്ട് കുടുംബം ആവശ്യപ്പെടുന്നത് സിബിഐ അന്വേഷണം വേണമെന്നാണ്. പ്രതികളിൽ പലരും ഇനിയും പിടിയിലാകാനുണ്ട്. തെളിവുകൾ പലരും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടെ അല്ലാതെ ഒരു അന്വേഷണം വേണം. സ്വാഭാവികമായും SFIക്കാർ ഉൾപ്പെടെ പ്രതികളാണ്. അവരെ രക്ഷിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങളുണ്ടാകാം. മറ്റു രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളും ഒരു കോൺഗ്രസ് നേതാവിന്റെ മകനടക്കം ഇതിൽ പ്രതിസ്ഥാനത്തുണ്ടെന്ന വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പക്ഷപാതത്വം കാട്ടാത്ത ഒരു അന്വേഷണം വേണം. കേന്ദ്ര ഏജൻസി വേണം, CBI വേണമെന്ന ആവശ്യമാണ് കുടുംബം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അത് ആവശ്യപ്പെടും. മുഖ്യമന്ത്രിക്ക് CBI അന്വേഷണത്തിന് വിടാൻ തയ്യാറാകുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ കുടുംബം ആവശ്യപ്പെടുന്ന അന്വേഷണം തയ്യാറാണെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. ഈ വിഷയം വലിയ ഗൌരവത്തോടെ കാണണമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ ഇന്നലെ ആവശ്യമുയർന്നു. ഒരു ഇടത്തരം കുടുംബങ്ങളെ, സാധാരണക്കാരായ കുടുംബങ്ങളെ വലിയ ആശങ്കയിലാക്കിയ വിഷയമാണ്. SFI പോലുള്ള വിദ്യാർത്ഥി സംഘടന കൂടി ഇടപെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സംശയത്തിനും ഇട നൽകാതെയുള്ള തീർത്തും സുതാര്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഇടതു മുന്നണിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് കുടുംബം ആവശ്യപ്പെടുന്ന, കുടുംബം നിർദ്ദേശിച്ച തരത്തിൽ അന്വേഷണം തയ്യാറാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയോട് ഇക്കാര്യം കുടുംബം ആവശ്യപ്പെടും. അപ്പോൾ മുഖ്യമന്ത്രി അതിന്റെ സാങ്കേതിക വശങ്ങൾ കൂടി പരിഗണിച്ച ശേഷമാകും മറുപടി നൽകുക. ഏതായാലും അല്പസമയം മുമ്പാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശനും അമ്മാവനും മുഖ്യമന്ത്രിയെ കാണാനായി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക്, സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് പോയത്. അല്പസമയത്തിനകം അവർ കൂടിക്കാഴ്ച പൂർത്തിയാക്കി മടങ്ങിവരും. എന്താണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം, എന്താണ് സർക്കാർ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി, എങ്ങനെയാണ് കുടുംബത്തെ അറിയിച്ച കാര്യമൊക്കെ അവരിൽ നിന്ന് വ്യക്തമാകും. ശരി, നന്ദി അരുൺ. വീണ്ടും ചർച്ചയിലേക്ക് കടന്നാൽ നമ്മളിനി എറണാകുളത്തേക്കാണ് പോകുന്നത്. ഡാനി പോൾ